കമ്പ മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കാണുന്ന വാത്മീകി രാമായണത്തിൻ്റെ തമിഴ് പതിപ്പായ കമ്പരാമായണം 12-ാം നൂറ്റാണ്ടിൽ രചിച്ചത് ഇദ്ദേഹമാണ്. കമ്പ മഹർഷിയും നവരാത്രിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കമ്പ മഹർഷി എങ്ങോട്ട് പോയാലും കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു സരസ്വതി വിഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കൽ തൻ്റെ കാലം അവസാനിക്കാറായി എന്ന സൂചന ലഭിച്ച കമ്പ മഹർഷി ആ വിഗ്രഹം അന്നത്തെ ചേര രാജാവിനെ ഭക്തിപൂർവ്വം ഏൽപ്പിച്ചു. ആ രാജാവാകട്ടെ വളരെ ബഹുമാനത്തോടെ ആ സരസ്വതി വിഗ്രഹം സ്വീകരിക്കുകയും ചെയ്തു. സരസ്വതി വിഗ്രഹത്തിനായി എല്ലാ വർഷവും നവരാത്രി പൂജ ചെയ്യണമെന്ന് മഹർഷി രാജാവിനോട് അഭ്യർത്ഥിച്ചു. പൂജ മാത്രമല്ല, ആ ദിനങ്ങൾ ഒരു ഉത്സവമായി തന്നെ കൊണ്ടാടാമെന്ന് രാജാവ് മഹർഷിക്ക് വാക്കും കൊടുത്തു. കാലങ്ങൾക്കിപ്പുറം ഇന്നും ആ വാഗ്ദാനം തിരുവിതാംകൂർ രാജകുടുംബം പാലിച്ചു പോരുന്നു. നവരാത്രി ദിനങ്ങളിലെ 4-ാമത്തെ ദിവസമായ ഇന്ന് 8-ാമത്തെ മേളകർത്താരാഗമായ ഹനുമത്തോടിയിൽ സ്വാതി തിരുനാൾ രചിച്ച ഭാരതി മാമവ എന്ന കൃതി പരിചയപ്പെടാം. സരേ ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രേ സ. ഭാരതി മാമവ കൃപയാ അംബ ഭാരതി മാമവ കൃപയാ അംബ ഭാരതി മാമവ കൃപയാ നത ജനാർദ്ധി ഭര ഹരണ നീരതയാ നത ജനാർദ്ധി ഭര ഹരണ നീരതയാ നദ ജനാർദ്ധി ഭര ഹരണ നീരതയാ.